ഹായ്, ഞങ്ങളിപ്പോ കൊല്ലം നമ്മുടെ യൂട്യൂബർ വിഷ്ണു സിനിയുടെ വീട്ടിലേക്ക്. അതെ, വിഷ്ണു സിനിയുടെ അവരുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പൊ ഞങ്ങൾക്ക് അന്ന് പോവാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ പിന്നെ എന്നാ പിന്നെ ഞങ്ങൾക്ക് ഈ ആഴ്ച പിന്നെ നമുക്ക് ഓക്കെയാണ്. അപ്പൊ നമ്മള് എന്തായാലും അവരെ വീടൊന്ന് കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് രാവിലെ ഇറങ്ങിയതാണ്. അങ്ങനെ അതെ, അപ്പൊ അങ്ങടിക്ക് ഇറങ്ങിയതാണ് ഞങ്ങള്. രാവിലെ ഒരു 6 മണിക്കൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തു. പക്ഷെ 6 മണിക്ക് നമ്മള് 7 മണിക്ക് 9 മണിയായി. അപ്പൊ പിന്നെ നമ്മള് ഇന്ന് എന്തെങ്കിലും എന്താ പറയാ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ എന്താ ഫ്രീ ആയിട്ട് പോവാ, ഇത്തിരി റെസ്റ്റ് എടുത്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്, ഇത്തിരി ലേറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി ഞങ്ങള്. പക്ഷെ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങള് വലിയൊരു പെടല് വിട്ടു. ഇന്ന് റെസ്റ്റോറന്റുകളൊക്കെ മുടക്കാന്നുള്ളത്. ഇപ്പൊ സമയം 3:20 തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങി ഏകദേശം എറണാകുളത്തിനടുത്ത് എത്തുമ്പോഴാണ് അറിഞ്ഞതല്ലേ. ഭക്ഷണം കഴിക്കാൻ നോക്കിയപ്പോൾ റെസ്റ്റോറന്റിലൊക്കെ അടച്ചത്. അങ്ങനെ ഞങ്ങള് ഇന്ന പോട്ടെ എങ്ങനെയും ഇന്ത്യൻ കോഫീസ് ഏതെങ്കിലും ഉണ്ടാവും വിചാരിച്ചിട്ട് തപ്പി പിടിച്ച് കാലത്തെ ഭക്ഷണം ഇന്ത്യൻ കോഫീസ് കിട്ടി എറണാകുളം എത്രയായിട്ട് മുന്നേ. പക്ഷെ അവിടെ ഉച്ചക്കലത്തെ ഭക്ഷണം കിട്ടാൻ ഒരു മാർഗമില്ല. ഓരോ റെസ്റ്റോറന്റുകളും ഇങ്ങനെ തെരഞ്ഞുകൊണ്ട് നിക്കണേ, ഏതെങ്കിലും തുറന്നിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്. ഹൈവേയുടെ അടുത്തൊന്നും നമുക്ക് കോഫി ഹൗസും ഇല്ല, ഇന്ത്യൻ കോഫി ഹൗസും ഇല്ല. അതാണ് പെട്ടെന്ന് നമ്മള് ഹൈവേയില് ഇതായിട്ടല്ലേ ഇപ്പൊ ടൗണിലേക്കൊന്നും പോകുന്നില്ലല്ലോ. നമ്മള് ആലപ്പുഴ കഴിയാറായി, ഏകദേശം കൊല്ലം എത്താറായിട്ടുണ്ട്. പക്ഷെ റെസ്റ്റോറന്റുകളൊന്നും കാണാനില്ല. എല്ലാവരും വിശന്ന് പൊരിഞ്ഞ് ഇങ്ങനെ എന്തെങ്കിലും കിട്ടുമോന്ന് വിചാരിച്ചിട്ട് നടക്കുക. ഏതെങ്കിലും ഒരു ഇന്ത്യൻ കോഫി ഹൗസ് കണ്ടെങ്കിൽ ബാക്കി തൊണ്ടാ ഇറങ്ങണ പോലെ എല്ലാവരും വിശന്ന് കൊള്ളുന്ന പിള്ളേരൊക്കെ ഉണ്ട്, എല്ലാവരുടെയും മുഖമൊക്കെ അങ്ങോട്ട് വാടി. അപ്പൊ അങ്ങനെ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഇനിയും ഒരു 1.5 മണിക്കൂറോളം ഇനിയും ഉണ്ട് യാത്ര വിഷ്ണുസിനിയുടെ വീട്ടിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ അത് കഴിഞ്ഞിട്ട് നമ്മള് റൂം എടുത്തിട്ട് നാളെയാണ് അമ്പലത്തില്. അതെ ആശ ആദ്യമായിട്ട് പോണല്ലേ ഉണ്ട്. അതെ പത്മനാഭ സ്വാമി ക്ഷേത്രം പോകും. അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെ. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങളൊരു 5 മണിക്ക് കൊല്ലത്തെത്തിട്ടോ. കൊല്ലത്ത് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഫുഡിന് വേണ്ടി കുറേ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് തിരഞ്ഞു. എവിടെയും ഇല്ല. ഞങ്ങൾ ഇത് തുറന്നുണ്ടോ എന്നൊക്കെ വിചാരിച്ച് പ്രതീക്ഷിച്ചൊക്കെ നമ്മൾ അടുത്തെത്തുമ്പോഴത്തേനും ചിലപ്പോൾ തുറന്നിട്ടുണ്ടാവില്ല. അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ ചവറ എന്നുള്ളൊരു സ്ഥലത്ത് കുടുംബകോടതിയുടെ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചു. അവിടെ ഒരു 12-1 മണിയാകുമ്പോഴത്തേനും ഫുഡ് കഴിയൂത്രേ. പക്ഷേ ഇതുപോലെ പ്രതീക്ഷിക്കാതെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ ഈ പറഞ്ഞ പോലെ വന്ന കാരണം കൊണ്ട് അവർ വീണ്ടും കുക്ക് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നല്ല ചോറും മീൻകറിയും പിന്നെ സാമ്പാറും ഉപ്പേരിയൊക്കെ കൂട്ടി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ വിഷ്ണു സിനിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, അവരുടെ വീട്ടിലേക്ക് പോകുന്ന ഭാഗത്ത് ഭയങ്കര ഒരു എന്താ പറയുക, ഈ ഒരു കടലും കായലും കൂടിയിട്ടുള്ള ആ ഒരു സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾക്ക്. ഞങ്ങളിപ്പോൾ ബീച്ച് റോഡിലാണ് കേട്ടോ ഈ സ്ഥലങ്ങൾ. അവിടുന്ന് അങ്ങനെ നേരെ ആണ് അവരെ വീട്ടിലേക്ക് പോണത്. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഞാനും കുട്ടികളൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ അതൊക്കെ കാണുന്നത്, ഈ കടലും കായലും കൂടിയിട്ടുള്ള. പിന്നെ കൊല്ലമൊക്കെ നമ്മൾ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിഷ്ണു സിനിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ അവിടെ. എന്താ പറയുക, ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾക്ക് വീട്. നമ്മളവിടെ എത്തിയപ്പോൾ സിനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. കുട്ടികളും അമ്മയും വിഷ്ണുവും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് അവർ വരികയാണ് ചെയ്തത് കേട്ടോ. അപ്പം ഞങ്ങൾ സർപ്രൈസായിട്ട് ഇന്ന് വരും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഹായ്, നമ്മളെ വീട് കാണാൻ ഇവരൊക്കെ വന്നിരിക്കുകയാണ്. അറിയാമോ? ഞങ്ങൾക്ക് ആശ, ഉണ്ണികൃഷ്ണൻ. ഞങ്ങൾക്ക് ഹൗസ് വാമിങ്ങിന്റെ അന്ന് വരാൻ പറ്റിയില്ല. അതെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് നിങ്ങളുടെ ഇറങ്ങിയിരിക്കുകയാണ്. മക്കളുണ്ട്. അതെ, സന്ധ്യയായി കുറച്ച്. ഞങ്ങള് സർപ്രൈസ് എന്തായിരുന്നു? വണ്ടി ഒട്ടിച്ചു വന്നു. എല്ലാവരും പോണ ഇവിടെ വരാൻ കിടന്നും ഇരുന്നും ഒക്കെ വരായിരുന്നു. അതെ. നടുകുത്തി കാണും.
കുഴപ്പമില്ല. എന്തായാലും എന്താ പറയാ, ഇവിടെ വന്ന് നിങ്ങളെ കാണണമെന്നായിരുന്നു ഭയങ്കര സന്തോഷായി. വീഡിയോയിൽ മാത്രമേ കണ്ടുള്ളൂ, അപ്പൊ നേരിട്ട് കാണുന്ന വലിയൊരു ആഗ്രഹം. ഇപ്പൊ ഹൗസ് വാമിങ്ങിന്റെ വീഡിയോ ആണെങ്കിലും നമ്മള് കണ്ടപ്പോ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. നല്ല മിസ് ചെയ്തു. എല്ലാരും ഉണ്ടായിരുന്നല്ലോ. എല്ലാരും ഉണ്ടായിരുന്നു. അതെ, രാവിലെ ആയിരുന്നു പെട്ടെന്ന്. അതെ, അതുവരെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നു പോണം എന്ന് വിചാരിച്ചിട്ട്. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റിയില്ല, അതാണ്. അപ്പൊ എന്തായാലും വരണം എന്ന് നമുക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഞങ്ങള് അന്ന് വരാൻ പറ്റാത്തവരൊക്കെ പിന്നീട് വരുന്നുണ്ടാവും. അതെ, ഞങ്ങള് എന്താ പറയാ, നേരിട്ട് കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഒന്നുമില്ല. ആദ്യമായിട്ടാണ് ഇവരെ കാണുന്നത്. ഇത്രയും സ്നേഹമുള്ളൊരു ഫാമിലി, ഭയങ്കര. അതെ 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 കാണാൻ പറ്റിയിട്ട്. അതെ അതെ, അമ്മേനെയാണെങ്കിൽ അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വീഡിയോയിൽ എപ്പോഴും ഞാൻ പറയാറുണ്ട്, അമ്മയുടെ അഭിനയവും ആക്ടിങ്ങും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ, അപ്പൊ എല്ലാവിധ ആശംസകളും വിഷ്ണുവിനും സിനിക്കും എല്ലാവർക്കും. പിന്നെ വീടിന്റെ ഈ പരിസരത്തെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ, അത്ര നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. തൊട്ടടുത്ത് ക്ഷേത്രം, നമ്മുടെ വിഷ്ണുവിന്റെ പേര് അതേ പേരിൽ തന്നെയാണ്, ഭഗവാന്റെ ക്ഷേത്രം. ഭഗവാന്റെ പേരാണ് വിഷ്ണു. അതെ 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 അതെ, കുറ്റിയടിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിക്കാൻ തന്നെ തോന്നുന്നുണ്ട്, അത്രയും ഭയങ്കര. അമ്മ എത്തിയോണ്ട് രണ്ടാമത് ചായ ഇട്ട് കൊടുത്തു. എങ്ങനെ വന്നവിടെ നിങ്ങളുടെ ഞങ്ങക്ക് ചിരിക്കാനേ നേരമുള്ളൂ. ഓരോന്ന് പറഞ്ഞ് ഭയങ്കര അത് കട്ട് ചെയ്ത് അത് വേവിച്ചു പാല് കഴിഞ്ഞു വെള്ളം തിളച്ചിട്ട് ആ പാലിട്ടാ പെട്ടെന്ന് പാലിട്ടിട്ട് തീ ഇട്ടു അങ്ങനെ. രുചികരമായ ചായ നമുക്ക് കുടിക്കാൻ പറ്റും. കുറച്ച് ഫുഡും കാര്യങ്ങളുണ്ട്. ഗിഫ്റ്റ് ഒക്കെ കൊണ്ട് വന്നിട്ടുണ്ട്. അതെ, ക്യൂരിയോസിറ്റി ആയിരിക്കും അല്ലേ? അല്ല, നമ്മളെക്കാട്ടി ക്യൂരിയോസിറ്റി ആണ് അവർക്ക്. ഡയറക്റ്റ് എക്സ്പ്രഷൻ കാണാം. മറ്റേ എല്ലാവരും ഗിഫ്റ്റ് തന്നിട്ടേ വീഡിയോ കൂടെ എക്സ്പ്രഷൻ കണ്ടോളൂ. അതെ, ആ ഭാഗ്യം കിട്ടും. അല്ല നമ്മള് അതല്ല നമ്മള് ഗിഫ്റ്റ് കൊടുന്നു. ഇവിടെ വന്നപ്പോ എല്ലായിടത്തും ഇതേപോലത്തെ ഗിഫ്റ്റ് തന്നെയാണ്. പെട്ടിയുടെ വലിപ്പം തന്നെ ഉള്ളൂ, ഗിഫ്റ്റ് വലിപ്പം കുറവല്ലേ. ബോക്സ് മനസ്സാണ്. ഇവിടെ വന്നപ്പോ ഫുള്ള് ബുദ്ധനാ, ഫുള്ള് ബുദ്ധനാണ് വന്നപ്പോ. ബ്ലാക്ക് മെറ്റൽ അങ്ങനെ എന്താണ്? ബ്ലാക്ക് മെറ്റൽ ഞങ്ങള് സർപ്രൈസ് ആയിട്ട് ഇവിടെ നോക്കുമ്പോ ഇവിടെ എല്ലാ ഇതിലും അതിന്റെ കളി ഇവിടെ ഇവിടെ ഐശ്വര്യമുള്ള മുഖം, ഐശ്വര്യമുള്ള ബുദ്ധല്ലേ? അതെ അതെ അതെ, ഐശ്വര്യമുള്ള ബുദ്ധൻ പ്രത്യേക ഒരു അട്രാക്ഷൻ ഉണ്ട്.
നന്നായിട്ടുണ്ട്. ആരുടെ പറയുന്ന അല്ല നമുക്ക് ഇൻബോക്സ് വീഡിയോ ചെയ്യണ്ട. അൺബോക്സ് വീഡിയോ അപ്പൊ വീഡിയോയിൽ കാണിക്കുന്നത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണല്ലേ? പെട്ടെന്ന് ഇൻബോക്സ് അങ്ങനെയൊക്കെ പറയും. അതൊന്നും കുഴപ്പമില്ല. കുഴപ്പമില്ല. താങ്ക് യു. ഭയങ്കര സന്തോഷം. ഇത് കള്ളക്കടത്താരെ കൊണ്ടുപോകും. കള്ളക്കടത്താരെ പണ്ടത്തെ സിനിമയിലെ കണ്ടിട്ടില്ലേ? ജൂനിയർ മാൻഡ്രക്കില് പക്ഷെ ചേട്ടൻ ഇന്ന് പറഞ്ഞതേ ഉള്ളു അവിടെ ഒരു ബുദ്ധ ഇങ്ങനെ നാടുന്നേ. ഇരിക്കുന്ന ഇരിക്കുന്ന ബുദ്ധമാണെന്നല്ലേ? കറക്റ്റാ. ചക്രം പോലെയൊക്കെ ഒരു ബുദ്ധൻ. പക്ഷെ ഇരിക്കുന്ന ബുദ്ധനാ കറക്റ്റായി. നല്ല ഭംഗി കേട്ടാ. എടുക്കമ്മ എടുക്ക്. കയ്യിലെടുക്ക്. അമ്മ മേടിച്ചപ്പോഴേ കുഞ്ഞു മാവേനെ കൈ കൊണ്ട് എടുക്കുന്നോ? അതാണ് തലേമ കൈ വെച്ചിട്ടുണ്ട്. എന്തായാലും വാ. ഇനി ഫുഡ് കഴിക്കാം. ഫുഡ് കഴില്ല. ഇവര് വന്നിട്ട് കുറച്ചു നേരമായി. ഇനിയും കൊടുത്തില്ലെങ്കിൽ ഇവരെ വയറ് പറഞ്ഞ ഇന്ന് ഹോട്ടലൊന്നും ഇല്ല. ഇന്ന് ഗ്യാസിന്റെ അതന്നെ ഞങ്ങള് വരുമ്പോഴേ പറഞ്ഞ പോലെ രാവിലെ 9 മണിക്ക് എന്തായാലും പുറത്തുനിന്നല്ലേ ഫുഡ് എന്ന് പറഞ്ഞിട്ട് രാവിലെ കുറച്ച് റാഗി കഴിച്ചിട്ട് ഇറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയണത്. ആദ്യം ഞങ്ങള് ശരവണ ഭവനിലല്ലേ കേറുമ്പോഴേക്കും അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു വേണ്ട വരണ്ട. പിന്നെ നോക്കുമ്പോ ഓരോ ഹോട്ടലുകൾ അടച്ചിട്ടിരിക്കുന്നു. അപ്പോഴാണ് ഹർത്താല് ആണ് എന്നുള്ളത് മനസ്സിലായത്. പിന്നെ കുറച്ച് കഴിയുമ്പോ ഇന്ത്യൻ കോഫി ഹൗസ് കിട്ടി. അപ്പൊ അവിടെ പോയി വേഗം ഭക്ഷണം കഴിച്ചു. അപ്പൊ ഞാൻ ഉണ്ണേട്ടനോട് ചോദിച്ചു ഉണ്ണേട്ടാ പാഴ്സൽ വാങ്ങണോ എന്ന്. അപ്പൊ ഉണ്ണേട്ടൻ വേണ്ട ഇന്ത്യൻ കോഫി ഹൗസ് അവിടെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഞങ്ങളുടെ ഇന്ത്യൻ കോഫി ഹൗസ് കണ്ടിട്ടില്ല ഞങ്ങള്. ഭയങ്കര ഇത് ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബ കോടതിയുടെ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. പോയപ്പോ അവരുടെ ഫുഡ് കഴിയാറായി. ഞങ്ങൾ പറഞ്ഞു ചോറുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ വേഗം പോയി 4 മണിയാകുമ്പോ. എന്താ പേര്? എത്രയില് പഠിക്കണേ? ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ. കുറേ വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഞങ്ങൾ പരസ്പരം കാണുന്നതെങ്കിലും പക്ഷെ അങ്ങനത്തെ ഒരു ഫീലേ ഉണ്ടായിരുന്നില്ല. നല്ല പരിചയമുള്ള ആൾക്കാരെ പോലെ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ പോവാൻ നമ്മൾ കുറച്ചു നേരം സംസാരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോവാൻ നിന്നപ്പോൾ അമ്മയും സിനിയും വിഷ്ണു ഒക്കെ പറഞ്ഞു എന്തായാലും നിങ്ങൾ ഇന്ന് പോവണ്ട, എന്തായാലും വന്നതല്ലേ ഇവിടെ ഒരു ദിവസം നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും തിരുവനന്തപുരത്തേക്ക് ഇനിയും അവിടുന്ന് 1.5 മണിക്കൂറുണ്ട്, 50 കിലോമീറ്റർ എങ്ങാണ്ട് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ രാത്രിയൊക്കെ ആയില്ലേ, നിങ്ങൾ എന്തായാലും ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ ആലോചിച്ച് ശരി എന്തായാലും എന്നാൽ പിന്നെ നിൽക്കാമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ നിൽക്കാമെന്ന് ഓക്കെ എന്ന് പറഞ്ഞതും പിന്നെ അവർ വേഗം ഫുഡൊക്കെ റെഡിയാക്കിയിട്ടോ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു. അതെ അല്ലേ. അതിനിടയ്ക്ക് ഞങ്ങളൊരു ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അമ്മയും സീനിയും വിഷ്ണു ഞാനും ഉണ്ണേട്ടനൊക്കെ കൂടിയിട്ടൊരു ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ബീച്ചിലൊക്കെ പോയിട്ടാ. ബീച്ചിൽ അവിടെ അടുത്ത് തന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഇത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോയി കുറേ നേരം ബീച്ച് സൈഡിലൊക്കെ ഇരുന്ന് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഈവനിങ്ങിൽ ബീച്ചിൽ പോവാനും അവിടുത്തെ കടലിൻ്റെ തിരയുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ റെഡി ആയിട്ട് പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ
വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വിഷ്ണു ഭഗവാന്റെ അമ്പലം ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് അവിടെ പോയി ഒന്ന് തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും ഉണ്ണേട്ടനും കുട്ടികളും കൂടെ ഒന്ന് ഉള്ളിൽ കയറിയില്ല, പുറത്ത് നിന്ന് തൊഴുതിട്ട് അങ്ങനെ യാത്ര തിരിക്കുകയാണ്. അവരുടെ അടുത്ത് പറഞ്ഞിട്ട് എന്താ പറയുക, ഭയങ്കര സന്തോഷം. വിഷ്ണു സിനിമ പറയുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര സ്നേഹമുള്ള ഒരു ആൾക്കാരാണ് കേട്ടോ. ഒരു ജാടയില്ല, എന്താ പറയുക, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി അവരേനെ. ഹായ്. അപ്പൊ ഞങ്ങള് ഇപ്പൊ നിൽക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ. ഞങ്ങൾ തൊഴുതിറങ്ങി. അപ്പൊ ഞങ്ങൾ ഇന്നലെ എവിടെ വിഷ്ണു ഉണ്ട് അല്ലേ, കൊല്ലത്ത് വിഷ്ണു സിനിയുടെ വീട്ടിൽ പോയി. ഹൗസ് വാമിന് പോകാൻ പറ്റിയല്ലോ. അപ്പൊ ഞങ്ങൾ ഇന്നലെ പോയി ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. അപ്പൊ ഞങ്ങള് ഇന്നലെ രാത്രി തന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ അമ്പലത്തിന്റെ അടുത്ത് തന്നെ റൂം എടുക്കാൻ വിചാരിച്ചു. പിന്നെ അവര് പറഞ്ഞു നാളെ കാലത്ത് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവിടെ ഇന്നലെ ഭക്ഷണം കഴിച്ചു. കാലത്ത് അവിടുന്ന് അവര് ഭക്ഷണം ഞങ്ങൾക്ക് തന്നിട്ടാണ് വിട്ടത്. ഇറങ്ങിയത്. അങ്ങനെ നേരെ സ്ട്രെയിറ്റ് അല്ലേ ഹൈവേയിൽ അങ്ങനെ നേരെ ഇവിടെ എത്തി. 1.5 മണിക്കൂറുണ്ട് അവിടുന്ന് കേട്ടോ. അപ്പൊ അതൊക്കെ ഫുൾ എല്ലായിടത്തും റോഡ് പണിയൊന്നുണ്ടെങ്കിലേ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു മണിക്കൂർ താഴെ വരില്ല. അതെ, ഞങ്ങളൊരു 9 മണിയാകുമ്പോ ഇവിടെ എത്തി. പിന്നെ ഞങ്ങള് കാറൊക്കെ പാർക്ക് ചെയ്ത് അമ്പലത്തിൽ കയറി ക്യൂ ഒക്കെ നിന്ന് പിന്നെ തൊഴുതിറങ്ങിയപ്പോ ഇപ്പൊ ഇവിടെ ഒന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. അതെ. ഇനി ഞങ്ങക്ക് ഇനിയിപ്പോ എന്താ പരിപാടി, ഇന്ന് പോകണമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇന്നലെ വന്നല്ലേ, ഇന്നലെ എന്താ പറയാ, ഇത്രയും ദൂരം യാത്രയൊക്കെ ചെയ്ത് വന്നല്ലേ. അപ്പൊ പിന്നെ ഇന്നൊന്ന് നമുക്ക് റെസ്റ്റ് എടുക്കാന്ന്. ഓടിക്കുന്ന എനിക്ക് റെസ്റ്റ് വേണ്ട, ഇരിക്കുന്ന ആശയ്ക്ക് റെസ്റ്റ്. അല്ല, ഇവിടെ കോവളം ബീച്ചൊക്കെ അടുത്തല്ലേ. അപ്പൊ എന്തായാലും നമ്മൾ എപ്പോഴും വന്നു പോകുന്ന ഒരു സ്ഥലമൊന്നും അല്ലല്ലോ. അപ്പൊ പിന്നെ ഒന്ന് ജസ്റ്റ് അവിടെ ഒന്ന് പോയിട്ട് വരാന്ന് വിചാരിക്കുന്നുണ്ട്. ഒന്ന് കറങ്ങാല്ലേ, ഒന്ന് കറങ്ങിട്ട് പോകാം. അതെ. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ലുലു മോളിലേക്കാണ് കേട്ടോ. അവിടെ പോയി കുട്ടികൾ കുറച്ച് നേരം കളിച്ചു. പിന്നെ കുറച്ച് നേരം ഒന്ന് കറങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ, ഉച്ചക്കലത്തെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ കോവളം ബീച്ചിലേക്കാണ് പോയത്. അങ്ങനെ കോവളം ബീച്ചിൽ കുറച്ച് നേരം എൻജോയ് ചെയ്തതിന് ശേഷം നല്ല മഴയായിട്ട് അവിടെ വൈകുന്നേരത്തോട് കൂടിയിട്ട് പിന്നെ ഞങ്ങൾ നനഞ്ഞ ഡ്രസ്സൊക്കെ അവിടെ തന്നെ ചേഞ്ച് ചെയ്യാനുള്ള റൂമുണ്ടായിരുന്നു. അവിടെ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ നേരെ തൃശ്ശൂർക്ക് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വണ്ടിയിൽ കയറി. പക്ഷെ ഭയങ്കര ബ്ലോക്കായിരുന്നു. ബ്ലോക്ക് മാത്രമല്ല, നല്ല മഴയായത് കാരണം കൊണ്ട് തന്നെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് എത്താൻ 4 മണിക്കൂർ എടുത്തു. പിന്നെ നമുക്ക് നല്ല ക്ഷീണമുള്ള കാരണം കൊണ്ട് ഞങ്ങൾ കൊല്ലത്തെത്തിയപ്പോൾ രാത്രി 12:30. പിന്നെ അവിടെ നിന്ന് ഒരു റൂം എടുത്തിട്ട് റെസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസമാണ് നമ്മൾ അവിടെ നിന്ന് പിറ്റേ ദിവസം ഉച്ചയായിട്ടോ ഞങ്ങൾ കൊല്ലത്തുനിന്ന് ഇറങ്ങുമ്പോൾ. അങ്ങനെ ഇവിടെ എത്തുമ്പോൾ രാത്രി 12 മണിയായി.